ഓം ശാന്തി. വീണ്ടും ഒരു വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിസംബർ 21 കടന്നു വരികയാണ്. കളക്റ്റീവ് മെഡിറ്റേഷൻ്റെ പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദിവസം UN ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കളക്റ്റീവ് മെഡിറ്റേഷൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ ഒരാളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പോലും ധ്യാനത്തിൽ നമ്മുടെ മനസ്സ് സർവശക്തിവാനുമായി കണക്റ്റഡ് ആക്കുകയാണ്. ഫസ്റ്റ് കണക്ഷൻ നമുക്ക് നമ്മുടെ ഇന്നർ സെൽഫുമായിട്ടാണ്. അപ്പോൾ മെഡിറ്റേഷൻ നമ്മളെ സൈലൻസിലേക്കും, സൈലൻസ് നമ്മളെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകും. ശാന്തമായ മനസ്സ് സർവശക്തിവാനിൽ കണക്റ്റഡ് ആകുമ്പോൾ ആ സുപ്രീം പവർ ഹൗസിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകുന്ന ഈശ്വരീയ ശക്തിയുടെ കറണ്ട് നമ്മുടെ ബാറ്ററി റീചാർജ് ചെയ്യാൻ സഹായിക്കും. നമുക്ക് കിട്ടുന്ന റീചാർജ് എന്താണ്? ഈശ്വരീയ ശക്തികളാണ്, പവേഴ്സാണ് നമുക്ക് കിട്ടുന്ന കറണ്ട്. സഹിക്കാൻ, ക്ഷമിക്കാൻ, തിരിച്ചറിയാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലമും ഇത് തന്നെയാണല്ലോ. റൈറ്റ് റോങ് ശരിയായിട്ട് നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യവും അസത്യവും കൂടെ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി കിടക്കുമ്പോൾ നമുക്കതിനെ ശരിയായി തിരിച്ചറിയാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചതിക്കുഴികളിൽ വീണു പോകുമല്ലോ. മാത്രവുമല്ല, ഒരു നിമിഷ നേരത്തെ റോങ് ഡിസിഷൻ എത്ര ഡൈവോഴ്സുകൾക്ക് കാരണമാകുന്നു, എത്ര ബന്ധങ്ങളെ തകർത്തുടയ്ക്കുന്നു, എത്ര ജീവിതങ്ങളെ ഇല്ലാണ്ടാക്കുന്നു. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശക്തികൾ, സോഫ്റ്റ് പവേഴ്സ്. നമ്മുടെ ഇന്നർ പവേഴ്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നർ സെൽഫുമായിട്ടും കണക്റ്റഡ് ആകും, സുപ്രീം പവർ ഹൗസ് പരമാത്മാവുമായും കണക്റ്റഡ് ആകും. ആ ഈശ്വരീയ ശക്തികൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ഒരു ബെറ്റർ ലൈഫാക്കി മാറ്റാം. ഏത് സമയത്ത് ഏത് ശക്തിയുടെ ആവശ്യമുണ്ടോ, സഹിക്കേണ്ടടുത്ത് സഹിക്കാനും ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാനും നല്ല തീരുമാനങ്ങൾ സമയത്ത് എടുക്കാനും കഴിയുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ വളരെയധികം സക്സസ് ഉള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. അതിനാൽ ഡിസംബർ 21 കളക്റ്റീവ് മെഡിറ്റേഷനിൽ പങ്കെടുക്കൂ. ഓം ശാന്തി.